ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മക്കള് പട്ടിണി കിടന്ന നിങ്ങൾ അങ്ങനെ വാശിയുടെ പുറത്ത് കിടക്കും. പക്ഷെ അതിന്റെ പേരിൽ സങ്കടപ്പെടുന്നതും കണ്ണീരൊഴുക്കുന്നതും ഒക്കെ അമ്മമാരാ. കാരണം നിങ്ങളുടെ വയറ് പൊരിഞ്ഞ വിശപ്പറിയുന്നത് അമ്മമാർക്ക് മാത്രം. അത് ശരി. അപ്പൊ ഇത്രയും നേരം ഞാൻ ചോദിച്ചതിന് മറുപടി പറയാതെ ഈ ഒരു ടെൻഷനിൽ ഇരിക്കായിരുന്നല്ലേ? അല്ല, രണ്ടുപേരും കാര്യമായിട്ട് എന്തോ ചർച്ചയിലാണല്ലോ. എന്നെ കുറിച്ചാ? ഭാമേ, നീ ഇതോടെ പോയതാ? സമയത്താന്ന് പറഞ്ഞാ? സമയം നോക്കിയിരുന്ന നമുക്ക് പോകേണ്ടടുത്തൊക്കെ പോകാതെ പറ്റുമോ? ചിലരെയൊക്കെ കാണണമെന്ന് തോന്നിയാ അപ്പൊ തന്നെ പോയി കണ്ടോളണം, പിന്നത്തേക്ക് വെക്കരുത്. ഞാൻ രണ്ടുപേർക്കും ചായ എടുക്കാം. കഴിക്കാൻ വല്ലതും എടുക്കണോ? നിനക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാ എടുത്തു. സാറേ, വലിയ സന്തോഷത്തിലാണല്ലോ. വിഷ്ണു കുഞ്ഞിനെ കാണാൻ തന്നെ ആയിരിക്കോ പോയത്? അതെ, ഞാൻ ചെന്നൊന്ന് അറിഞ്ഞിട്ട് വരാം. ചിലപ്പോ വല്ലതും വീണ് കിട്ടിയാലോ? രാഘവേട്ടൻ എന്താ ചോറ് കഴിക്കാതിരുന്നേ? ഓ, വിശപ്പ് തീരെ തോന്നിയില്ല, അതാ കഴിക്കാഞ്ഞേ. വിശപ്പ് വരാതിരിക്കാൻ വേണ്ടി എന്താ കഴിച്ചേ? രാവിലെ ഒരു ദോശയല്ലേ കഴിച്ചുള്ളൂ. അതെ കേട്ടോ പിള്ളേ, ഭക്ഷണം കഴിക്കില്ല, എന്നിട്ട് എപ്പ നോക്കിയാലും ക്ഷീണം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഇരിപ്പാ. എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചാലേ ഓടാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അതൊന്ന് ഓർമ്മ വേണേ. ആര് പറഞ്ഞു എനിക്ക് ആരുമില്ലെന്ന്? ഞാനൊന്ന് കിടന്നു നോക്കട്ടെ. കളക്ടർ മരുമോൾ അടക്കം ഇവിടെ വരും എന്നെ നോക്കാനേ. ആ, അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ. നമുക്കേ അവനെ അവനെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വിളിച്ചാലോ? അവനിവിടെയല്ലേ നിൽക്കേണ്ടത്? അതെ, വിഷ്ണു. വിഷ്ണുവിന്റെ കാര്യമാ. അവനിപ്പോഴും ഒറ്റാനടിയൊന്നും അല്ല. അവനൊരു ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അവനെ വിളിക്കാന്ന് പറഞ്ഞ അവന്റെ കുടുംബത്തെ കൂടെ വിളിക്കേണ്ടി വരും. അതിനെന്താ, അവൻ വരട്ടെ. അതിനൊപ്പം അവളും അവളുടെ കൊച്ചും വരട്ടെ. ഇതെന്റെ മാമനാന്നീ പറയുന്നേ? കേട്ടോടാ പിള്ളേ. എടോ, ഞാൻ ഈ കാണുന്ന കേൾക്കുന്നൊന്നും സ്വപ്നമൊന്നും അല്ലല്ലോ. എന്റെ രാഘവൻ സാറേ, ഇതിനി സ്വപ്നമാണെങ്കിൽ കൂടി നടക്കും. കാരണം പറഞ്ഞിരിക്കുന്നത് സത്യാമയ. മനസ്സിൽ വിചാരിച്ച കാര്യം നടത്തുന്ന കാര്യത്തിൽ സത്യാമയെ കഴിഞ്ഞിട്ടേ വേറെ ആളുള്ളൂ. അതൊക്കെ ഞാനേ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം. അവനും അവന്റെ ഭാര്യയും അവളുടെ മകളും എല്ലാരും വരട്ടെന്നേ, എല്ലാരും വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് കഴിയാം. അല്ല, ഭാമനല്ലേ പറഞ്ഞേ ശാലിനി ഇവിടെ കേട്ടത്തില്ലാന്ന്? അതൊക്കെ അന്നേരത്തെ ഒരു വാശിക്ക് ഞാൻ പറഞ്ഞതാ. ദേ, ഇപ്പൊ ഞാൻ പറയുവാ, നമുക്ക് അവരെങ്ങ് വിളിക്കാം. രാഘവേട്ടന് അതല്ലേ ആവശ്യം, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. എന്താ പോരെ? അയ്യോ അയ്യോ, രാഘവേട്ടൻ, ഞാൻ ചായ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇപ്പൊ കൊണ്ടുവരാവേ, ഇപ്പൊ കൊണ്ടുവരാം. ഇയാള് പറഞ്ഞ കറക്റ്റാണോ? എടോ, ഭാമയ്ക്കേ എന്തോ കാര്യമായിട്ട് സംഭവിച്ചുണ്ടല്ലോ. ഭക്ഷണം എടുത്ത് വെച്ചില്ലേ അമ്മേ? ദേ എടുക്കാം മോളെ. പപ്പി എന്തിയെ? അവള് കഴിക്കാൻ വരുന്നില്ലെന്ന്.
ഒന്നും വേണ്ടാന്നും പറഞ്ഞു. ആഹാ, അതെന്താ വേണ്ടാത്ത? വഴക്ക അമ്മേ. ആ, അങ്ങനെ ഇവിടെ വഴക്കിട്ടിരിക്കാനൊന്നും പറ്റില്ല. രാത്രി ഭക്ഷണം കഴിക്കാതെ കിടക്കാനും പറ്റില്ല. ഞാൻ പോയേ വിളിച്ചോണ്ട് വരാം പപ്പിയെ. എന്നിട്ട് രണ്ടുപേരും കൂടി ഒന്നിച്ചിരുന്ന് കഴിച്ചാ മതി. ഉം? കൊഴപ്പില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പപ്പി, എന്താ കഴിക്കാൻ വരാത്ത? എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തേന്നാ ചോദിച്ചേ? എനിക്ക് എന്റെ അമ്മ വരണം. ദേ, അമ്മയെ ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുപോയിരിക്കല്ലേ. അമ്മ വന്നാലേ ഞാൻ കഴിക്കൂ. ദേ മോളെ, ചുമ്മാ വാശി പിടിക്കല്ലേ. എന്റെ അമ്മ എന്റെ അടുത്തില്ലാത്തോണ്ടല്ലേ എന്നെ വഴക്ക് പറയാൻ തല്ലുകയൊക്കെ ചെയ്യുന്നേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നോ? എന്താ മോളെ? ചേച്ചിയമ്മ എന്റെ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ. മോളെ, മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് എന്റെ അമ്മ ഇപ്പൊ കാണണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. മോളെ, ദേ, നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേ. ഇങ്ങനൊന്നും പറയല്ലേ. ദേ, തെറ്റ് കാണിച്ചതിനല്ലേ ചേച്ചിയമ്മ വഴക്ക് പറയും തല്ലുമൊക്കെ ചെയ്തേ. അല്ലാതെ എന്റെ മോളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ഇഷ്ടമുണ്ടായിട്ട് തന്നെയാ. ഉം. ഈശ്വര, ഞാൻ എന്റെ മോളെ എങ്ങനെയാ പറഞ്ഞൊന്ന് മനസ്സിലാക്കേണ്ടേ? ഉച്ചയ്ക്കും ചോറ് കഴിച്ചിട്ടില്ല അമ്മേ. മോളെ, മോളെ, മോള് പറയുന്നത് പോലെ ഒക്കെ ചേച്ചിയമ്മ ചെയ്യും. സത്യം? സത്യം. ആ? എന്റെ മക്കളില്ലാതെ ഞങ്ങൾക്കൊരു ലോകമുണ്ടോ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തെ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നും. മക്കള് പട്ടിണി കിടന്ന നിങ്ങൾ അങ്ങനെ വാശിയുടെ പുറത്ത് കിടക്കും. പക്ഷെ അതിന്റെ പേരിൽ സങ്കടപ്പെടുന്നതും കണ്ണീരൊഴുക്കുന്നതും ഒക്കെ അമ്മമാരാ. കാരണം നിങ്ങളുടെ വയറ് പൊരിഞ്ഞ വിശപ്പറിയുന്നത് അമ്മമാർക്ക് മാത്രം.